തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വൈഷ്ണയുടെയും ശബരിനാഥിന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് വലിയ അനക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ആദ്യം ഒരു വലിയൊരു വേവ് ഇത്തരത്തിലുണ്ടായിരുന്നു. അത് ശബരിനാഥനിലൂടെ വന്നു, പിന്നെ അത് കഴിഞ്ഞ് വൈഷ്ണയുടെ വിഷയം വന്നു, നീതു രംഗത്തിറങ്ങുന്നത് കണ്ടു. നോക്കൂ, ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി സംസാരിച്ചു. ഇന്ന് അവിടുത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് LDFനും മേൽക്കൈ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും. അവരുടെയും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാഹചര്യം മാറുന്നു. അതിൽ പ്രധാനമായി അവർ പറയുന്നത് ഉള്ളൂരാണ്. ഉള്ളൂരിൽ ഈ പ്രാവശ്യം സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. അത് UDF അല്ലെങ്കിൽ BJPക്കോ കിട്ടുന്ന സാഹചര്യം. കണ്ണമ്മൂലയിൽ പ്രസ് ക്ലബിന്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് അത്യാവശ്യം അതായത് പിന്തുണയുള്ള ഒരു വ്യക്തിയാണ്, നാട്ടിലാകെ പിന്തുണയുള്ളതാണ്. അപ്പോൾ അവിടെയും ഒരു LDFന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നെ രാഹുൽ രവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ LDFന്റെ കോട്ട കൊത്തളങ്ങൾ എന്ന് പറയുന്ന വാർഡായിരുന്നു മുട്ടള. അതിപ്പോൾ ഇത്രയും വിഷയങ്ങളോടുകൂടി അവിടുത്തെ അംശു വാമദേവനെ പോലുള്ള ഒരു വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ വൈഷ്ണയ്ക്ക് എഡ്ജ് കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. വൈഷ്ണ അവിടെ ജയിച്ചു കയറിയാലും അത് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ ബലി കൊടുക്കുന്നത് പോലെയാണ്. അതായത് CPMകാർ ചെയ്തത്. അത്രയും വിഷയം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇതേപോലെ നിർത്തിപ്പോയാൽ മതിയായിരുന്നു. ഹൈക്കോടതിയെ കൊണ്ടുവരാൻ പറയിപ്പിച്ചു. അപ്പൊ ജനങ്ങൾക്ക് ഒരു എമ്പതറ്റിക്കായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള. പിന്നെ കുടപ്പനക്കുന്ന് ഈ പ്രാവശ്യം UDFിലേക്ക് പോകുമെന്നാണ്, പിടിച്ചെടുക്കുമെന്നാണ് കഴിയുന്നത്. അവിടെ നേരത്തെ ഒരു വനിതാ സമ്മേളനത്തിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. അത് ഈ പ്രാവശ്യം UDFിലേക്ക് തിരിച്ചെടുക്കുക. കിണവൂര്, അമ്പലത്തറ, ശ്രീവരാഹം, പിന്നെ അതേപോലെ തീരദേശ മേഖല ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എടുത്തു കണ്ട് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖല ഈ പ്രാവശ്യം UDFിനൊപ്പം പോകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ ഫീൽഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൂന്തുറ, വലിയതുറ, വിഴിഞ്ഞം, ഹാർബർ ഇത്രയും വാർഡുകൾ ഈ പ്രാവശ്യം ഈ തവണ LDFിൽ നിന്ന് നഷ്ടമാകും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മറ്റേ ട്രോൾ ഇട്ടിട്ടില്ലേ, ഇനി അവരുടെ വരവാണ് എന്ന് പറയുന്ന പോലെ ഇവരെ രക്ഷിക്കാനായിട്ട്, ശശി തരൂരിനെ രക്ഷിക്കാനായിട്ട് ഈ തീരദേശം വരുന്നത് പോലെ ഇപ്രാവശ്യം അങ്ങനെയല്ല, പിന്തുണയ്ക്കില്ല, ഇവർ പിന്നോട്ട് പോകുമെന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ അതേപോലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് വരുന്നത് 2 സ്ഥലങ്ങളാണ്. അവിടെ അതിലിപ്പോഴും ഒരു വ്യക്തിയില്ല. വഞ്ചിയൂരും പേട്ട വാർഡിൽ SP ദീപക് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. അവിടെ LDF പിന്നോട്ട് പോകുമെന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ വസ്തുതയില്ല. അത് അവർ വർക്ക് കൊണ്ട് മറികടക്കുകയും ചെയ്യും. SP ദീപക്, SI സുന്ദർ, അതേപോലെ ശിവസാറിനെ പോലുള്ളവരാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന വ്യക്തികൾ. അവർ പിന്നെ അതേപോലെ വഞ്ചിയൂർ ബാബു ഈ ഇടയ്ക്ക് മറ്റേ ജാതി പേര് സംവിധാനങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മകൾ ഗായത്രി ബാബുവാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെയും LDF പിന്നോട്ട് പോകുമെന്നുള്ള ഒരു ഫീൽഡ് അനലിറ്റിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ 2 വാർഡുകളും തീർച്ചയായിട്ടും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. അത് ഇവർ രണ്ടുപേരും അവിടെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ട്രെൻഡുകളെല്ലാം മറിയുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ശ്രീലേഖ IPS ശാസ്ത്രമംഗലത്തിൽ തോക്കുമെന്ന് പറയുന്നു. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ശബരിനാഥ് അവിടെ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അവിടെ തോൽപ്പിക്കും എന്നുള്ള കോൺഗ്രസിന്റെ വിമത ശക്തികൾ ഉൾപ്പെടെ അവിടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നമുക്കറിയാം, BJPയുടെ കുത്തകയായിട്ട് കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റായിട്ട് കൊണ്ടു നടന്നിരുന്ന കുറെ സീറ്റുകൾ അവരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ട് LDFിലേക്ക് ചേക്കേറാൻ സാധ്യതകളുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മളൊരു അനലിറ്റിക്കൽ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ BJPക്ക് ചെല്ലമംഗലം വാർഡ്, കരിക്കകം, വട്ടിയൂർക്കാവ്, ശാസ്തമംഗലം, നെട്ടയം വാർഡ്, നിയമ ഡിവിഷനിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച തിരുമല അനിൽകുമാറിന്റെ വിഷയം അവിടെ വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കണ്ണാപുരം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട്. പിന്നെ അതേപോലെ നിയമം ഈ പ്രാവശ്യം നിയമ ഷെഡ്യൂളിലൂടെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടും പൊന്നുമംഗലം വാർഡ് ഇന്നലെ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 15 BJPയുടെ 15 സീറ്റുകൾ. ചാല വാർഡ്, മണക്കാട്, ജഗതിയിൽ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ, അതേപോലെ വെള്ളാറ് പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ വാർഡുകളെല്ലാം അതായത് അപ്രതീക്ഷിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും
ഈ തവണ സിറ്റിംഗ്, അതായത് കുത്തക എന്ന് അവകാശപ്പെടുന്ന പല സ്ഥലങ്ങളും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ മൂന്ന് മുന്നണികൾക്കും. പക്ഷെ ഇതിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതനുസരിച്ച് എന്താണ് നമ്മളുടെ UDF മാത്രമാണ്. UDF 10 മുതൽ 20 സീറ്റിലേക്ക് അവർക്ക് കുതിച്ചു ചാടാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അവർ ഭരണത്തിലെത്തില്ല എന്ന് ഞാനും ഹർഷയും ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അത്രത്തോളം വർക്കിട്ടാൽ മാത്രമേ പറ്റൂ. പക്ഷേ BJPക്ക് അവിടെ ട്രെൻഡ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, മേയർ സ്ഥാനാർത്ഥിക്കുള്ളിലുള്ള തർക്കങ്ങൾ എല്ലാം നിലനിൽക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഇപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്നത് BJPയും CPM തമ്മിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്നത്. മറ്റവർ അവിടുന്ന് തുടങ്ങി ആദ്യഘട്ടത്തിൽ വലിയൊരു ഗ്രാഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവ ഇടയ്ക്ക് വെച്ച് എവിടെ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നു, K മുരളീധരനൊക്കെ അതിന്റെ പുറകെയായി, അതിലുള്ള പ്രതികരണങ്ങളൊക്കെയായി. പക്ഷെ ഇടയ്ക്ക് വെച്ച് വട്ടിയൂർക്കാവ് വാർഡിൽ അദ്ദേഹം പ്രചരണം K ശബരിനാഥനോട് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്നത് BJPയും തമ്മിലാണ്. അതിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് അറിയണം. പക്ഷെ ഈ വാർഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറികൾ ഒരുപാട് വാർഡുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ പ്രാവശ്യം കാണാം. പക്ഷെ ഈ LDF വാർഡുകൾ കൂടുതലും പിടിച്ചെടുക്കുന്നത് ഈ പ്രാവശ്യം നോക്കിയാൽ UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അല്ല, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന് ഇപ്പോഴും വൈകിട്ടില്ല. ഈ ഒരു തുടക്കത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ പക്ഷേ ഈ പറയുന്ന കണക്കുകളെല്ലാം തിരുത്തിയെഴുതാൻ ഒരുപക്ഷെ UDF കൊണ്ട് സാധിച്ചേക്കും. കാരണം അത്രത്തോളം സ്വാധീനമുള്ള നേതാക്കന്മാരെ തന്നെയാണ് അവിടെ ഇപ്പോ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത് എന്നതാണ്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ BJPയുടെ ഈ ഒരു 15 സിറ്റിംഗ് സീറ്റുകളും LDF കൊണ്ടുപോകുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഭൂരിഭാഗവും, പൂർണ്ണമായി അല്ലെങ്കിലും ഭൂരിഭാഗവും LDF കൊണ്ടുപോകുന്നു പറയുമ്പോഴും LDF കയ്യിലിരുന്ന പല സീറ്റുകളും കോൺഗ്രസ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അട്ടിമറിയായിരിക്കും അവിടെ നടക്കുക. പല വാർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഈ പ്രാവശ്യം BJPയിൽ നിന്ന് പോകുന്ന വട്ടിയൂർക്കാവ് സീറ്റൊക്കെ എന്തായാലും LDF പിടിച്ചെടുക്കാനാണ് സാധ്യത. ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ പോലും LDF-നെയും UDF-നും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ BJPയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ചർച്ചകളോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രചരണങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അത്ര സജീവമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഈ വരുന്ന ഇത്തരത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്.